അതായത് ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഫിമി പാമ്പാണ്. അതെ, നമ്മുടെ DJ ഓസ്മോ പോക്കറ്റ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു ചെറിയൊരു പോക്കറ്റ് സൈസ് ഗിംബിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ കയ്യിൽ അത്ര ഉണ്ടാവുമോ സാധനം. അപ്പോൾ നോർമലി ഗിംബിൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ഉണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ ഗിംബിൾ ഉണ്ടായത് പോലെ തന്നെ. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വളരെയധികം പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ട് കിടക്കാം, പിന്നെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഗിംബിൾ കൈ പിടിച്ചിട്ട് ഫോണിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പറഞ്ഞാൽ ഇത്തിരി നമുക്കൊരു ഇതുണ്ടാവും, പുറത്ത് കൊണ്ടു കിടക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതി തന്നെ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് തുറന്നിട്ടുള്ളൂ, എനിക്ക് സാധനം കിട്ടി, തുറന്നുകൊണ്ട് കിട്ടിയതാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോസ്ഡി കാർഡ് വേണം. അത് ക്ലാസ് 10 എങ്കിലും മിനിമം വേണം. ഒരു 32 അല്ലെങ്കിൽ 64 GB കുറഞ്ഞത് വേണ്ടി വരും. കാര്യം എന്തായാലും ഫയൽ സൈസ് എന്തായാലും ഒരു ഇത്തിരി വലുതായിരിക്കും. എൻ്റെ ഫോണിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റോറേജ് സൈസ് ഒന്നുമില്ല, അതിനകത്ത് പോലും മെമ്മറി കാർഡില്ല. സോ ഫോണിനകത്ത് പോലും മെമ്മറി കാർഡില്ല. ഫോണിനകത്തൊരു ക്ലാസ് 10 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഉപയോഗിച്ച് നോക്കാമായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് 10 കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആമസോൺ കഴിയണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ലോക്കൽ മൊബൈൽ ഷോപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ തുറക്കുമ്പോൾ അവിടെ കൂടി ചോദിക്കേണ്ടി വരും. എന്തായാലും ഒരുവിധപ്പെട്ടവരെങ്കിലും ക്ലാസ് 10 64 ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പുകളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് അറിയാം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ചാർജ്. സോ അതെന്തായാലും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാര്യം കസ്റ്റമേഴ്സിൻ്റെ ചാർജ് ഇപ്പോൾ കൂടുതലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടത്ത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും 25 രൂപ എന്നുള്ളത്. എന്തായാലും അത് ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. പിന്നീട് എപ്പോഴെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അൺബോക്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീൽഡ് ബോക്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കേട്ടോ, ഒരു പ്ലാസ്റ്റിക് സീൽഡാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മുടെ ഈ സാധനം ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതെന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. കട്ടായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഈ സാധനങ്ങൾ കൂടെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, പാം സൈസ്, അതുപോലെ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. കാര്യം നമ്മുടെ ഫിമി ഓസ്മോ പോക്കറ്റിൽ എനിക്ക് തോന്നുന്നു 85 സംതിങ് എന്തോ ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ 125 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇത്രയും കൂടെ വൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കവർ ചെയ്യാവുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയതാണ്. പിന്നെ പറയുന്നത് 3 ആക്സിസ് ഗിംബിളാണ്. അത് നമുക്കറിയാം. 4K 30 FPS ആണ്, 100 മെഗാബിറ്റ്സിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്, പിന്നെ വൈഫൈ ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ബ്ലൂടൂത്ത് ഞാൻ കണ്ടേക്കുന്ന റിവ്യൂ ഞാൻ കുറേ പേർക്ക് ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല, പിന്നീട് എന്തെങ്കിലും ഫേംവെയർ അപ്ഡേറ്റിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ ഫിമി പാമ്പിൽ ഇല്ലെന്നാണ് അവർ പറയുന്നത്. സോ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നീടുള്ളത് ഡീകോഡ് ചെയ്യുന്നത് H265, അത് വീഡിയോ റെക്കോർഡിംഗ് എൻകോഡിങ്ങിൻ്റെ സംഭവമാണ്. അതുപോലെ തന്നെ സ്റ്റോറി മോഡ്, അതെന്ത് സംഭവം എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഗിംബിൾ വരും, പിന്നെ ഗിംബിളിന് ഒരു കവറുണ്ട്, ചെറിയൊരു ആ ക്യാമറയുടെ പാർട്ട് മാത്രം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കവർ. പിന്നെ അതേപോലെ തന്നെ USB-C ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേബിളും ഒരു മാനുവലും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ പരസ്യത്തിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബേസ് എന്താ പറയുക, ഇത് ചാർജ് ചെയ്യാനും പിന്നെ 3.5 mm ഓഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസും ഇതിൻ്റെ ഒപ്പം കാണിച്ചായിരുന്നു. അത് എക്സ്ട്രാ ആക്സസറിയാണ്. സോ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവൈലബിൾ ആയി തുടങ്ങി. സോ എന്തായാലും നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു കണ്ടോ സീലും കൂടെ ഉണ്ട്. അപ്പോൾ കുറേ സീലും സാധനങ്ങളൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെ പുറത്തേക്ക് കൊടുക്കാം. ഇപ്പം എങ്ങനെ തുറക്കണം? ഓക്കെ. അപ്പോൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലാണുള്ളത്. ചൈനീസാണ് വളി. ഓക്കെ, ഇപ്പുറത്ത് ചൈനീസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടാവുമായിരിക്കും. അത് ഇംഗ്ലീഷ് അല്ലേ? ഇത് ഇംഗ്ലീഷാണല്ലോ. ഓക്കെ, ഇംഗ്ലീഷും ഉണ്ട്. സോ ഇവിടം വരെ ചൈനീസും അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ഇതിനകത്തുണ്ട് എല്ലാ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. കണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കാണാം. ബാങ്ക് വിളിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 1/4 ഇഞ്ച് ത്രെഡ് ഉണ്ട്, പക്ഷേ അത് താഴത്തല്ല,
പുറകിലായിട്ടാണ്, സൈഡിലായിട്ട് വരും. അപ്പം മൗണ്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളവർ പറയുന്ന പോലെ കേസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കണില്ല. ഞാൻ ആദ്യമേ തന്നെ ഇതെടുക്കാം. കാര്യം ഇതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ ആണ്. നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങോട്ട് പോകാൻ ഇത് മൊത്തത്തിൽ ഊരെടുക്കേണ്ടത്. ഓക്കെ അതവിടെ ഇരിക്കട്ടെ. അതിനകത്ത് ചാർജിങ് ആയിരിക്കും. നമുക്ക് അതല്ലല്ലോ വേണ്ടത്, നമുക്ക് ഇതല്ലേ വേണ്ടത് അല്ലേ. സാധാരണ റിവ്യൂസിനെ പോലെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ആദ്യം കാണുന്ന സാധനങ്ങൾ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കവർ. ഈ ഒരു ചെറിയൊരു കവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബിൾ. അത്യാവശ്യം വെയിറ്റ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു വെയിറ്റ് ഉണ്ട്. നമ്മുടെ ഫോണിൻ്റെ അത്രയൊക്കെ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ പാട്ടിനാണ് നല്ല വെയിറ്റ്. കാര്യം ഇത് 3 മോട്ടറാണ്. 1, 2, പിന്നെ ഇവിടെ ഒരു മോട്ടറുണ്ട്. അപ്പോൾ 3 മോട്ടറാണുള്ളത്. അപ്പോൾ അതിലാണിത് വർക്ക് ചെയ്യുന്നത്, സാധാരണ ഗിംബിൾ പോലെ തന്നെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 1/4 ഇഞ്ച് ത്രെഡ്. അതുപോലെ തന്നെ ഇത് ഓൺ ഓഫ് ബട്ടൺ. ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ജോയ്സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മുടെ ഓസ്മോ പോക്കറ്റിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇല്ലാതിരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മോഡ് ബട്ടൺ എന്തോ ആയിരുന്നു. സോ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൂം ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഡിജിറ്റൽ സൂമാണ്, വേണമെന്നുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അത്ര അങ്ങനെ ഇത് ചെയ്യുന്നില്ല, ആരും റെക്കമെൻഡ് ചെയ്യില്ല. ഇവിടെയാണ് നമ്മുടെ മൈക്രോ SD കാർഡ് ഇടുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ കാർഡില്ല. സോ അതേപോലെ തന്നെ താഴത്താണ് USB Type-C ആണ്. സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നിർത്താം. സോ അപ്പോൾ ഇതുമായിരുന്നു കവർ. ഇനിയിപ്പോൾ നമുക്ക് ബോക്സിലുള്ള എന്താണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് സിലിക്ക ജെൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ USB Type-C തന്നിട്ടുണ്ട്. അപ്പോൾ Type-C എന്ന് പറഞ്ഞാൽ എൽബോ ടൈപ്പ് ബ്രാക്കറ്റാണ്. സോ കണക്ടർ എൽബോ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ നേരത്ത് നേരെ നിൽക്കില്ല, ഇങ്ങനെ നിന്നോളും, കുഴപ്പമില്ല. അപ്പോൾ ഒരു സൈസ് കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ ഫോണാണ്. അപ്പോൾ ഒരു സൈസ് കമ്പാരിസൺ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ഇത് ഊരി വെച്ചേക്കാം. അപ്പോൾ ഇത് കണ്ടോ, ആ രണ്ടെണ്ണം വെക്കാം നമ്മുടെ അസ്യൂസ് സെൻഫോൺ മാക്സിൽ കണ്ടെന്നാലും ബാക്കി സ്പേസ് വരും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത്. അതായത് എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറുതാണ്, പക്ഷേ എൻ്റെ ഒരു കൈയുടെ അകത്ത് ഈ സാധനം ഫുള്ളായിട്ട് ഇരിക്കും. എൻ്റെ കൈയുടെ അളവ് കുറയാൻ പറ്റാത്തതാണ് സെൻഫോൺ മാക്സിന് ഞാൻ പറഞ്ഞത്. അതിലും കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള റിയൽമി 2 പ്രോനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസിനേക്കാളും കുറവായിരിക്കും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ എന്തായാലും ഇത് ടച്ച് സ്ക്രീനാണ്. 2.5 ഇഞ്ച് സംതിങ് എന്തോ ആണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം എന്തായാലും നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം. ചാർജ് ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗായ്സ്, സോ അതായിരുന്നു നമ്മുടെ ഫിമി പാമ്പിൻ്റെ ഒരു അൺബോക്സിങ്. ശരിക്കും പറഞ്ഞാൽ റിവ്യൂ ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു ക്വിക്ക് അപ്ഡേറ്റ് വരാം. സോ ഇതാണ് നമ്മുടെ സാധനം. നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നത്രയുള്ളൂ തന്നെ സാധനമുള്ളൂ. ഞാൻ ഇത്തിരി ഫ്രണ്ടിലേക്ക് കയറിയിരിക്കട്ടെ. സോ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയൊരു കവർ പോലെ ഉണ്ട്. ഈ കവറിനോട് എനിക്ക് അത്ര തൃപ്തി തോന്നിയിട്ടില്ല. കാര്യം ചെറിയൊരു കവർ പോലെ. പക്ഷെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി സാധനങ്ങൾ ഇടുന്ന പോലെ തന്നെ ഇത് കറക്റ്റായിട്ട് സീറ്റ് ആവാനൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ഇടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഗിംബിളിനെ അഫക്റ്റ് ചെയ്യും. സോ കറക്റ്റ് ഒരു ഫിറ്റും അല്ല ഈ സാധനം. സോ പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് 3.5 mm നമ്മുടെ സാധാരണ ഈ കാണുന്ന മൈക്ക് വരെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ USB Type-C to 3.5 mm അഡാപ്റ്റർ കിട്ടും. പിന്നീടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈഫൈ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് വൈഫൈ വെച്ച് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ വെച്ചിട്ട് തന്നെ നമുക്ക് പാനും കാര്യങ്ങളും ചെയ്യാം. സോ ഒരു മെമ്മറി കാർഡും കിട്ടി ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഇൻഡോർ ഷൂട്ടിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനായിരിക്കും. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റപ്പ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സോ നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഓൺ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും ഒച്ചകളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഉണ്ട്. സ്ക്രീനിൽ നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയും ചെയ്യാം. കണ്ട ഞാൻ പറഞ്ഞില്ലേ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ലൈവായിട്ട് കാണാനും പറ്റും. പിന്നെ ഫീൽഡിന് വ്യൂവിൻ്റെ ആംഗിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വേണേക്കാൾ ഒരു ഇത്തിരി കൂടെ വൈഡാണ് വ്യൂ.
അപ്പോൾ നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. കാര്യം ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് സാധനം കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ അതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള ബാക്കിയുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ആവും. നമുക്ക് നേരത്തെ എടുത്ത വീഡിയോയും ഫോട്ടോയാണ് ഇപ്പോൾ ഇതിനകത്ത് എസ് ഡി കാർഡിലൊന്നും കാണാൻ പറ്റില്ല. അതേപോലെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ആവും. ഓക്കെ, ഇതിൻ്റെ ക്യാമറ ഫങ്ഷൻസ് വന്നു. അപ്പോൾ ബാക്ക് അടിക്കാൻ വേണ്ടി നമുക്ക് പവർ ബട്ടൺ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ ബാക്ക് ആവും. അപ്പോൾ സംഭവം മനസ്സിലായി, കറക്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പവർ ബട്ടൺ നോക്കി കഴിയുമ്പോൾ ഈ യെല്ലോ ലൈറ്റ് കാണിക്കുന്നത് വെച്ചാൽ പവർ ബട്ടൺ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ. സോ അതുകൊണ്ടാണ് അങ്ങനെ യെല്ലോ ലൈറ്റ് കാണിക്കുന്നത്. എസ് ഡി കാർഡ് ഇല്ലെന്ന് പറഞ്ഞ് വാണിംഗ് ആണ് കാണിക്കുന്നത്, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അത് കിട്ടുകയും അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ റെസൊല്യൂഷൻസ് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 4K 30 ആണ്. 4K 30 കഴിഞ്ഞ് നമുക്ക് 2K 60 ഉണ്ട്, 30 ഉണ്ട്, 1080p 60 ഉണ്ട്, പിന്നെ എന്താ 1080p 30 ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ പിക്ചർ ക്വാളിറ്റി ഉണ്ട്. പിക്ചർ ക്വാളിറ്റി നമുക്ക് ഫൈൻ ആണോ സൂപ്പർ ഫൈൻ ആണോ സെലക്ട് ചെയ്യാം. കളർ ഗ്രേഡിംഗ് ഉണ്ട്, നാച്ചുറൽ, എഫ് ലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നൈറ്റ് മോഡ് പോലെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്ക് നടക്കില്ല. സോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈക്കിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലോ പിന്നെ മ്യൂട്ട് ചെയ്യാനുള്ള ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. മൈക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ബാക്ക് പോകാം. മൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഇട്ട് ഒരു മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് സെക്കൻഡറി മൈക്ക് ഉണ്ട്. അപ്പോൾ ഡ്യുവൽ മൈക്കാണ്, നോയിസ് ക്യാൻസലേഷൻ സംഭവങ്ങൾ ഉണ്ടാവണം. സോ ഇതിപ്പോൾ നിങ്ങളുടെ നേരെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിംബിൾ എത്രത്തോളം സ്റ്റേബിളാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാലേ പറ്റുള്ളൂ അല്ലേ. ഇതിപ്പോൾ ഫോളോ മീ മോഡിലാണ്, അതായത് കണ്ടോ ഞാനിപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിനനുസരിച്ച് ഫോളോ ചെയ്യും, പക്ഷേ സ്മൂത്ത് മൂവ്മെൻ്റ് ആയിരിക്കും. സോ നമ്മൾ സാധാരണ ഒരു ഗിംബിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിന് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കാം. സാധാരണ ഒരു ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് എടുക്കുന്നത് എന്നുള്ളത്. സാധാരണ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ മൊബൈൽ ഗിംബിളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗിങ്ങിന് ഉപയോഗിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും വെയിറ്റിംഗ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്ളോഗേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഈ സ്ക്രീൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ക്ലാരിറ്റിയിൽ കാണാം. പക്ഷേ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ കൂടെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം. സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ നോർമൽ ഫങ്ഷനാലിറ്റി, ഗിംബിൾ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇത് ഫോളോ ഉള്ളവരുടെ പിച്ച് ഫോളോ എന്ന മോഡലായിട്ട് കിടക്കുന്നത്, അല്ല ഫുൾ ഫോളോ മോഡലാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ കേബിൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാം. അതുപോലെ താഴെയാണ് നമുക്ക് USB-Cയുടെ പോർട്ട് ഉള്ളത്, താഴെയാണ്. അതുപോലെ തന്നെ നമുക്ക് 1/4 ഇഞ്ച് ത്രെഡ് ഉള്ളത് പുറകിലായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല കാര്യം തന്നെയാണ്. ക്യാമറയെ കുറിച്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ സ്ക്രീനിൽ കൂടെ കാണാൻ കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺബോക്സിംഗ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് ഈ വീഡിയോയിൽ. അതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇവിടെ ആരെങ്കിലും കയ്യിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഞാനിപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമായിരിക്കും പറയാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് തീർക്കാം. ഇത് മാക്സിമം വീഡിയോ ചെറുതാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് കാരണം ബേസിക് ഒരു അൺബോക്സിങ് കഴിഞ്ഞ് ഇതിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഈ മെയിൻ വീഡിയോ തന്നെ ഉണ്ടാവും. സോ അടുത്ത ആഴ്ച എന്തെങ്കിലും കണ്ടന്റുകളായിട്ട് വരാം. തൽക്കാലം ഇത് ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഓരോരോ വീഡിയോ ചെയ്ത് പോകുമായിരുന്നു. എന്തായാലും മെമ്മറി കാർഡ് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ടെസ്റ്റും നൈറ്റ് ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോയും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച കാണാം. അതുവരത്തേക്കും ബൈ.